ഹലോ, ഇന്നൊരു ഫാമിലി വ്ളോഗാണ് കേട്ടോ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരും പാടല്ല, നമ്മൾ കുറച്ച് ആൾക്കാർ ആൻറ്റിൻ്റെ വീട്ടിലൊന്ന് കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള തന്ത്രപ്പാടിലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിററിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. മിററിന് മുന്നിൽ വന്ന് നിന്ന സമയത്താണ് മിറർ തുടച്ചിട്ട് കുറച്ച് കാലമായി എന്നല്ല മനസ്സിലായത്. നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റും. നമ്മൾ ആൻറ്റിൻ്റെ വീട് മേലാറ്റൂരായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ സിമ്പിളാണ്. നമ്മളെ വണ്ടിയിൽ കയറിയാൽ മതി. ഏത്? നമ്മളെ ട്രെയിനിൽ. നമ്മൾ റെയിൽവേക്കാരുള്ള ബന്ധം അത് നിങ്ങൾക്കറിയില്ല, അത് ഞാൻ വയ്യ പറഞ്ഞുതരാം. നമ്മളിവിടുന്ന് 2:45 ട്രെയിനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇറങ്ങിയ സമയത്ത് മഴയായിരുന്നു. ജസ്റ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് ഉള്ളൂ നമുക്ക് മേലാറ്റൂർ എത്താൻ എന്നാണ് എൻ്റെ ഒരു ഊഹം. സൂഹി സീരിയസ് ആയിട്ട് നോക്കുന്നത്. അപ്പുറത്തെ സീറ്റിലൊരു കുട്ടി ക്രോഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, എങ്ങനെയാണ് ഇത് എനിക്ക് സെറ്റ് ആവുക എന്നുള്ളതാണ് ഓള് നോക്കുന്നത്. ഇതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല എന്ന് 30 മനസ്സിലായി. അതുകൊണ്ട് അവിടുന്ന് നോട്ടം മാറ്റി. ട്രെയിൻ ഇറങ്ങി നമ്മളൊരു ഓട്ടോ എടുത്തെങ്ങാണ്ടാണ് ആൻറ്റി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഓട്ടോ തന്നെ എടുത്തു. മേലാറ്റൂരിന്ന് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് നമ്മുടെ ഹനാൻഷാന്റെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. ബട്ട് നമ്മൾ വിചാരിച്ച പോലെ റോട്ടിൽ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ ആൻറ്റി നമുക്ക് നൈറ്റിൽ കഴിക്കാനുള്ള ഫുഡ് അടക്കം ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വന്ന് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി ചിക്കൻ്റെ മണമായിരുന്നു. ആൻറ്റി മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയായിരുന്നു. എന്തായാലും ആ ഒരു മസാലൻ്റെയും ഒരുപാടൊരു സ്മെല്ലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മക്കൾ അവിടെ ഏതോ ഒരു ചെറിയ ഹൊറർ സീരീസ് ഒക്കെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. ആൻറ്റിൻ്റെ ഒരു മൈൻഡ് എന്താ വെച്ചെങ്കിൽ നേരത്തെ കാലത്ത് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി ടൈം നമുക്ക് സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആൻറ്റി ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത്. താത്തി ഞാനൊക്കെ അതിൻ്റെ ഇടയിൽ ആൻറ്റിനെ സഹായിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. സഹായിക്കുന്ന ഇടയിൽ 2-3 പീസൊക്കെ മിസ്സാവുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സൂഹി ഫൈനും അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് പരിപാടി നടത്തുന്നുണ്ട്. നമ്മുടെ ആൻറ്റി മന്തി ഒരു വെറൈറ്റി മെത്തേഡിലാണ്. എന്തായാലും അതിൻ്റെ ടേസ്റ്റും ഒരു വെറൈറ്റി തന്നെ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഇടയിൽ കുട്ടിപ്പടകളല്ല, അതിനിടയിൽ താത്തി ഇരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി കണ്ട് ജസ്റ്റ് ഒരു ക്യാരം ബോർഡ് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഇതിൻ്റെ സംഭവം ABCD അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ചേരം നോക്കിയിരുന്നു. പിന്നെ അവരെല്ലാവരും കൂടിയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടോ എങ്ങനെയാണ് ഇതിന്റെ സംഭവം എന്നുള്ളത്. അതിന്റെ ഇടയിൽ നമ്മളെ മുതൽ ഫെല്ലാഹ് ഇവിടെ പൗഡറിൽ കുളിച്ചു. കയ്യിലെന്താ പൗഡറോ ഉമ്മച്ചിക്ക് വേണ്ട പൗഡർ കേട്ടാ. ഈ ഒരു കളിയിൽ വല്ലാണ്ട് എക്സ്പേർട്ട് അല്ലാത്ത ആൾക്കാർക്ക് അത്യാവശ്യം നല്ല ടൈം വേണ്ടിയിരുന്നുള്ളത് ഇന്നലത്തോടെ മനസ്സിലായിട്ടാ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കരുവാറിൻ്റെ അടുത്ത് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോൾ തന്നെ വീട്ടിൽ ആകെ ഓളായിരുന്നു. ഇനിയും കുറേ ആളുകൾ വരാണ്ടായിരുന്നു. കുറച്ച് ആളുകൾ വരായിരുന്നു. പലരും പല ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കരുവാറിൻ്റെ അടുത്തോല് വന്നപ്പോൾ നല്ല പഴുത്ത മാമ്പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. മാമ്പഴോ നോ, മാങ്ങ. നല്ല പഴുത്ത മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഹായ് തരുന്ന ആളാണ് നമ്മുടെ ആൻറ്റി. ഇത് നമ്മുടെ അമ്മായി, മറ്റു രണ്ടെണ്ണം നമ്മുടെ മൂത്തമ്മ, പിന്നെ ഉമ്മ നമ്മുടെ ആൻറ്റി. ഇതെന്താ ഇപ്പൊ ഇവിടെ പരിപാടി? നമ്മളെ കൂട്ടാതെ കളിയോ? ഇതിന്റെ ഇടയിൽ നമ്മൾ അടുത്ത മുതലാളി വന്നിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളാണ് ആ ഒക്കത്തിരിക്കണേ. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി നമ്മൾ ലുഡോ കളിക്കാൻ തുടങ്ങി. തോറ്റാലും ജയിച്ചാലും നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ ആ ഒച്ചപ്പാടിന്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ആരോടും പറയാതെ ഒന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഞങ്ങള് ഹനാൻഷാനെ കാണാൻ പോവാണ്. ടിക്കറ്റ് എടുത്തിട്ടില്ല. അഥവാ കണ്ടാലോ അല്ലേ? ഞങ്ങൾ ബിരിയാണി കിട്ടിയാലോ മഴയായിട്ട് ഇനി മാറ്റി വെച്ചിക്കണോ നമുക്കറിയില്ല. ഇല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. മഴ ആയതുകൊണ്ട് മാറ്റി വെച്ചിട്ടില്ല തോന്നുന്നു. ഇന്നലെ പോയി നോക്കാം. ഈ ഒരു സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടാവുന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ബ്ലോക്ക് ഒന്നും ഇല്ല. ഇനി നമ്മൾ ഹനാൻഷാനെ കണ്ടോ നിങ്ങൾക്ക് അറിയണ്ടേ? ഗൈസ്, നമ്മൾ ഹനാൻഷാനെ കണ്ടില്ല. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ലല്ലോ. ഹനാൻഷാൻ എന്തായാലും കാണൂല എന്ന് മനസ്സിലായതോടെ തന്നെ നമ്മൾ പെരയിൽ വന്ന് നമ്മളെ ദമ്മൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പാട്ട് എന്തായാലും വീട്ടിൽ കേൾക്കുന്നോണ്ട് നമ്മൾ അത് വെച്ച് കണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തു. ആദ്യം കുട്ടിപ്പട്ടാളങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്തുകൊണ്ട് അവരാണ് ഒഴിവാക്കി. എടി കുഞ്ഞിപ്പാത്തുമ്മ, ഈ എന്തിത്താ ഇവിടെ കാട്ടണേ? ഞങ്ങളെ പ്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് കളിക്കുക ആണോ? എന്താ ഈ കാട്ടണ് പാത്തുമ്മ? അനക്ക് മാമൊന്നും വേണ്ടേ? ഈ പ്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് കളിക്കണ്ടാ?
പാത്തുമ്മ. അടുത്തത് നമ്മുടെ കലാപരിപാടികളാണ്. ഇപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? നിന്റെ പ്ലേറ്റിക്ക് നോക്കാൻ നിക്കണ്ട. ഞാൻ എത്ര ചോറ് എടുക്കുന്നുണ്ട്, ഞാൻ എത്ര തിന്നുന്നുണ്ട് നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട കേട്ടോ. വേറൊരു 2 കൂടി ഈ കൂട്ടത്തിലേക്ക് വരാനുണ്ട്. പക്ഷെ അവര് വരാത്ത സ്ഥിതിക്ക് നമുക്ക് വിശപ്പ് സഹിക്കാത്ത സ്ഥിതിക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കേണ്ട ഇടയില് നമ്മുടെ അമ്മായി അറിയാതൊരു കാര്യം പറഞ്ഞു. ഇന്ന് നമ്മുടെ അമ്മായിയുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അമ്മായി പറഞ്ഞ് നിൽക്കണ താമസമുള്ളൂ. പിന്നെ ഭയങ്കര സൗണ്ടായിരുന്നു. കേക്ക് വേണമെന്നുള്ള നിർബന്ധമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 2 ആളുകൾ കൂടി വരാണ്ട് എന്നുള്ളത്. അമ്മായിൻ്റെ മക്കളായിരുന്നു. അവരെ വിളിച്ച് കേക്ക് കൊണ്ടുള്ള മസ്റ്റാണെന്ന് പറഞ്ഞ് ഒന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞ ആ യെസ് കേട്ടിട്ടാണ് നമുക്കൊന്ന് സമാധാനമായത്. ഇത് പിന്നെ സൂഹിനോട് ചെറുതായിട്ടൊരു കാര്യത്തിന് സമ്മതം ചോദിക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ. ഗൈസ്, നമ്മൾ കാത്തിരുന്ന 2 മുതലുകളും വന്നു. നമ്മുടെ കേക്കും എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മാമിന് നാട്ടിലില്ലെങ്കിലും നമ്മുടെ അവിടെ ആനിവേഴ്സറി അമ്മായിനെ കൂടെ കേക്കൊക്കെ മുറിച്ച് അടിപൊളിയാക്കി കൊടുത്ത്. എവിടെ 2 കുട്ടികൾ? ആ കുട്ടികളല്ല, നിങ്ങളെ കുട്ടികൾ. എല്ലാരും ഉഷാറാക്കി കാണുന്ന സന്തോഷത്തില്. അതങ്ങനെ പറ്റുന്നില്ല. എല്ലാരും എടുത്തോളി. ആകപ്പാടെ അൽക്കുലത്ത് തിരക്കുകളൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കേക്കൊക്കെ പീസാക്കി കൊടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും പാടെ ഇങ്ങനെ കൂടുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി എന്തായാലും കൂടിക്കണ്. അപ്പൊ എന്തായാലും ഒരു ഫോട്ടോ എടുക്കണല്ലോ. അപ്പൊ നമ്മള് ഫോട്ടോസൊക്കെ എടുക്കണം. ഇതിന്റെ ഒരു തിരക്കായി പോയി. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തർ വീട്ടിൽ പോവാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ. എല്ലാവരും രാത്രി ആയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പോവാൻ വേണ്ടിയിട്ട് വന്ന ആളുകളായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളിവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കും സ്റ്റേ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അനാൻഷ അപ്പുറത്തുണ്ട്. അപ്പുറത്തെ തൊഴിൽ അനാൻഷ ഉണ്ട്. ഇപ്പുറത്തെ തൊഴിൽ അനാൻഷ പാടുന്നുണ്ട് ഗൈസ്. അപ്പൊ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മളും തിരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളെ കുട്ടി വിശേഷങ്ങള്. അപ്പൊ ഓക്കെ, ബൈ. ഇനി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.